ആദ്യമായി അമ്മ മാതാവിനും ഈശോമിശിഹായ്ക്കും കോടാനുകോടി നന്ദികൾ. കൃപാസന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻ്റണി ജെയിംസ്. ഞാൻ തൃശ്ശൂർ കണ്ടശാങ്കട് വെടവകയിൽ നിന്ന് വരുന്നു. 2024 ജൂൺ 12 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കണത്. എൻ്റെ അമ്മയും ചേച്ചിയും വഴിയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. അവരാദ്യം തന്നെ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയിൽ ജീവിക്കണ്ടായിരുന്നു. അപ്പോൾ 2023 ഒക്ടോബറിൽ ഞാൻ പൈലറ്റ് ആവാൻ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി. എന്നിട്ട് 2024 ഏപ്രിലായപ്പോൾ ഞാൻ സ്പെയിനിൽ പോയി ബോയിങ് 737 എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റിൻ്റെ മുകളിൽ ഫ്ലൈ ചെയ്യാൻ പഠിച്ചു. പക്ഷേ തിരിച്ചെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഏവിയേഷൻ ഇൻഡസ്ട്രി ആകെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ആകെ ഡെസ്പറേറ്റ് ആയി. അപ്പോൾ എൻ്റെ അമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അമ്മ മാതാവ് നടത്തി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2023 തന്നെ എനിക്കൊരു ടെമ്പററി ആയിട്ട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എയർ ട്രാഫിക് കൺട്രോളറായിട്ട് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് അവിടെ ചെന്നു. എന്നിട്ട് 2024 സെപ്റ്റംബറിൽ എനിക്ക് ഒരു എയർലൈനിൽ റിട്ടേൺ എക്സാം പാസ്സായി. പക്ഷേ വീണ്ടും ഏവിയേഷൻ ഇൻഡസ്ട്രി ഡൗൺ ആയതുകൊണ്ട് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം വേക്കൻസി ഹോൾഡിലിട്ടു. അപ്പോൾ റിട്ടേൺ എക്സാം പാസ്സായിട്ടുള്ള എല്ലാതും ഹോൾഡിൽ വെച്ചു ആ വേക്കൻസി. എന്നിട്ട് അത് 2026 ജനുവരിയിൽ വീണ്ടും ആ വേക്കൻസി ഓപ്പണായി. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ്റർവ്യൂവും എൻ്റെ കഴിഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരാഴ്ചൻ്റെ ഉള്ളിൽ എനിക്ക് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പിറ്റേ ദിവസം തന്നെ എനിക്ക് അടുത്ത ഇമെയിൽ വന്നു ഞാൻ ഫെയിലായി എന്ന്. അപ്പോൾ ആദ്യം പാസ്സായി എന്ന് പറഞ്ഞു വന്നു, പിന്നെ ഫെയിലായി എന്ന് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ആകെ ഒരു വിഷമമായി, ഭയങ്കര ഡിപ്രഷനിലൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് പഠിക്കാൻ വേണ്ടി മാത്രം ഞാൻ നിന്നു. അപ്പോൾ എൻ്റെ ടെമ്പററി ആയിട്ടുണ്ടായിരുന്ന ജോലി ഞാനത് ഒരു ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് കമ്പനീൻ്റെ അടുത്ത് ഞാൻ വീട്ടിൽ വന്നിരുന്ന് ഫുൾ ടൈം പഠിക്കാൻ നോക്കി. അപ്പം തന്നെ എനിക്ക് ഒരു കമ്പനിയിൽ നിന്ന് ഒരു യാദൃശ്ചികമായിട്ടൊരു കോൾ വന്നു, ഒരു ഇൻ്റർവ്യൂ വേഗം വന്ന് അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു ഒരാഴ്ചൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 18 ദിവസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ എല്ലാ സെലക്ഷൻ പ്രോസസ്സും കഴിഞ്ഞു. എന്നിട്ട് എനിക്ക് ജോയിനിങ് ഡേറ്റ് 3 മാസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ജോയിനിങ് ഡേറ്റ് തന്നു. സാധാരണ ഒരു എയർലൈൻ നമ്മളെ ഒരു പൈലറ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഫ്രഷറായിട്ടൊരു പൈലറ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 to 8 മാസം കഴിഞ്ഞിട്ട് ജോയിനിങ് ഡേറ്റ് കിട്ടുള്ളൂ. എനിക്കിത് 3 മാസത്തിൻ്റെ ഉള്ളിൽ മാതാവ് എനിക്ക് നടത്തി തന്നു. അത് വലിയൊരു ടൈം ഷോർട്ടനിങ് ആയിട്ട് ഞാൻ കണക്കാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ജൂലൈ 27, 2026 ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കമ്പനി ഞാൻ ഒഫീഷ്യലായിട്ട് ജോയിൻ ചെയ്യണത്. അതായത് ഇന്ന് എൻ്റെ 7ാമത്തെ പുതുക്കൽ. അപ്പോൾ 7ഉം 27ഉം ഒക്കെ മാതാവിൻ്റെ നമ്പേഴ്സാലോ. മാതാവ് പ്രത്യക്ഷപ്പെട്ടത് 7ാം തീയതി അല്ല. അപ്പോൾ ഞാൻ അതൊരു മാതാവിൻ്റെ ഒരു മധ്യസ്ഥം എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കണു. പിന്നെ ഞാനിപ്പോൾ പണ്ട് ഇൻ്റർവ്യൂ ഫെയിലായി എന്ന് പറഞ്ഞല്ലോ, ആ ഇൻ്റർവ്യൂ ആ എയർലൈനിൽ കിട്ടുകയാണെങ്കിൽ എനിക്ക് എക്സ്ട്രാ 30 ലക്ഷം എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ട്രെയിനിങ് നിർത്തേണ്ടി വന്നേനെ. പക്ഷേ ഇപ്പോഴത്തെ എയർലൈനിൽ എനിക്ക് ഫ്രീ ആയിട്ട് ആ കമ്പനി എന്നെ പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഏറ്റെടുത്തു. അതും വേഗം സെലക്ഷൻ പ്രോസസ്സ്, എല്ലാ ട്രെയിനിങ് ഇത് കഴിഞ്ഞിട്ട് ഇനി ഓഗസ്റ്റ് 3 എനിക്ക് ബാംഗ്ലൂർ പോയിട്ട് ട്രെയിനിങ് തുടങ്ങും. അതും 6 മാസത്തിനുള്ള എല്ലാം തീർക്കാമെന്ന് ഒരു പ്രോമിസ് അവർ തന്നിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ എയർലൈനിൻ്റെ മുന്നേ എയർലൈൻ ഇൻ്റർവ്യൂവിന് മുന്നേ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഓടി വന്ന് ഞാൻ അച്ഛനെ കണ്ട്, എൻ്റെ ജോസഫ് അച്ഛനെ കണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ അച്ഛൻ എനിക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് എന്നുള്ള രീതിയിൽ കുറേ പ്രാർത്ഥിച്ച് എനിക്ക് പ്രാർത്ഥന തന്നു. എന്നിട്ട് അച്ഛൻ തന്ന കാശുരൂപം വെച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ഓരോ സെലക്ഷൻ പ്രോസസ് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, പിന്നെ സൈക്കോമെട്രി ടെസ്റ്റ് ഉണ്ടായിരുന്നു, സിമുലേറ്റർ ചെക്ക് ഉണ്ടായിരുന്നു. സിമുലേറ്റർ ചെക്ക് ബേസിക്കലി നമ്മൾ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഈ എല്ലാ 3 റൗണ്ടിൽ ഞാൻ ഉപ്പും വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ആ ഹോളിലിട്ടിരുന്നു. പിന്നെ ഇൻ്റർവ്യൂ ബോർഡിലിട്ടുണ്ടായിരുന്നു, ഇൻ്റർവ്യൂ നടക്കുന്ന റൂമിലിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്തിരുന്നത് ഗോണ്ടിയ എന്ന് പറഞ്ഞിട്ട് മഹാരാഷ്ട്രയിലൊരു ഉൾഗ്രാമത്തിലൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പേപ്പർ ഞാൻ തൃശ്ശൂരും കൊടുക്കും, ഓരോ വീടുകളിൽ പോയിട്ട് ഞാൻ പേപ്പർ കൊടുക്കും. അപ്പോൾ എനിക്ക് അവരെ ഫേസ് ടു ഫേസ് അവരെ കണ്ട് എനിക്ക് പറയാനും പറ്റും. പിന്നെ കുറച്ച് ഹിന്ദി പേപ്പർ ഞാൻ ഗോണ്ടിയയിലത്തെ പള്ളിയിൽ പോയി കൊടുക്കാറുണ്ട്.
അപ്പോൾ അവിടുത്തെ ഓരോ ആൾക്കാർ എനിക്ക് പറയാൻ പറ്റണ എനിക്ക് ഹിന്ദിയിൽ ഞാൻ അവർക്ക് കൃപാസന മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കും. പിന്നെ പിന്നെ എൻ്റെ സാലറി അന്ന് കിട്ടിയിരുന്ന സാലറിയിലത്തെ 10% അതായത് 10% ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് നാഗ്പൂർ ഡയോസിസിലുള്ള പള്ളികൾക്ക് കൊടുത്തിരുന്നു. പിന്നെ ആദിവാസികളുടെ പള്ളികളിലൊക്കെ ഞാൻ ചെന്ന് പ്രേക്ഷിത പ്രവർത്തനം, അവിടുത്തെ ഗോണ്ടിയ പള്ളിയിലത്തെ പാരിഷിലത്തെ അച്ഛന്മാർ 2 പേരും മലയാളികൾ. അപ്പോൾ അവരുടെ ഒപ്പം ചെന്ന് ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനൊക്കെ ആദിവാസി പള്ളികളിൽ പോയിട്ടുണ്ട്. പിന്നെ പൊതിച്ചോറ് ഞാൻ തൃശ്ശൂർ കൊടുത്തിരുന്നു. പിന്നെ വീടിൻ്റെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഞാൻ അവർക്ക് വേണ്ട സാധനങ്ങളും ഇടയ്ക്ക് സംസാരിക്കാനൊക്കെ ആയിട്ട് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ആത്മീയ കാര്യങ്ങൾക്കായിട്ട് ഞാൻ എല്ലാ ദിവസവും കൊന്ത ചെല്ലും. എല്ലാ ദിവസം നമുക്ക് യൂട്യൂബിൽ റാൻഡമായിട്ട് കുറേ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്താ പറയുക, ദൈവത്തിനെ പറ്റിയിട്ടും ബൈബിളിലത്തെ ഓരോ വേഴ്സ് അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ എക്സ്പാൻഡഡ് വേർഷൻ, നമ്മൾ അതിൻ്റെ ഡീപ്പ് മീനിങ്, അങ്ങനത്തെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ കുറേ ഇരുന്ന് കാണാറുണ്ട്. പിന്നെ കൊന്ത ചെല്ലാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന കാലത്തും പിന്നെ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന എത്തിക്കാറുണ്ട്. പിന്നെ ഉടമ്പടി ധ്യാനവും പിന്നെ ബൈബിളും വായിക്കാറുണ്ട്. എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് കോടാനുകോടി നന്ദി. അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാകട്ടെ. സങ്കീർത്തനം 20:4 ഉടമ്പടിയിൽ ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പ്രാർത്ഥനയും വിശ്വാസവും പ്രവർത്തനവും ചേരുമ്പോൾ നമ്മുടെ ജീവിത പദ്ധതിയിൽ ദൈവിക ദിശയാണ് ലഭിക്കുന്നത്. ഉടമ്പടിയിൽ സമർപ്പിക്കുന്ന നമ്മുടെ ഹൃദയാഭിലാഷങ്ങൾ പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ സന്നിധിയിലേക്ക് വഹിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഹൃദയാഭിലാഷങ്ങൾ സാക്ഷാത്കരിച്ച ആ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പറ്റിയുള്ള ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ആൻ്റണി ജെയിംസ് എന്ന മകൻ നമ്മളോട് പങ്കുവച്ചത്. ഈ മകൻ്റെ ജീവിതത്തിൽ കൃപാസനത്തെ പറ്റി ആദ്യമായിട്ട് അറിഞ്ഞത് സ്വന്തം അമ്മയും ചേച്ചിയിൽ നിന്നുമാണ്. വിശ്വാസ കൈമാറ്റം. അച്ഛനും കുടുംബത്തിലെല്ലാവരും ഉടമ്പടിയിലാണ്. അമ്മയും ചേച്ചിയും ഉടമ്പടിയിൽ വന്ന് പ്രാർത്ഥിച്ച് പിന്നീട് ഈ മകന് പറഞ്ഞു കൊടുക്കുകയാണ് കൃപാസനത്തിൽ പോകാനും പ്രാർത്ഥിക്കുവാനുമൊക്കെ. കാരണം പൈലറ്റ് ആകാനുള്ള ആ കോഴ്സ് പഠിത്തം കഴിഞ്ഞിട്ട് 2.5 വർഷത്തോളം ഈ മകന് പല സ്ഥലത്ത് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ചേച്ചിയും അമ്മയും പറഞ്ഞപ്പോൾ ഈ മകനും ഇവിടെ വന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നത്. പിന്നീട് ഓരോ കാര്യവും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് എല്ലാ ഹൃദയാഭിലാഷങ്ങളും ഈശോയുടെ അമ്മയുടെയും കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. പിന്നീടാണ് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 2024 സ്പെയിനിൽ ബോയിങ് 737 ഫ്ലൈ ചെയ്യാനായിട്ട് പഠിക്കാൻ സാധിക്കുകയും പിന്നീടാണ് അറിഞ്ഞത് ആവിയേഷൻ ഇൻഡസ്ട്രി ഇപ്പോൾ ഡൗൺ ആവുകയാണ്. പിന്നീട് എന്ത് ചെയ്യുമെന്ന ഒരു പ്രതിസന്ധിയിലായപ്പോഴും ഈ മകന് പിന്നീട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അച്ഛനെ കണ്ടതിന് ശേഷം ഒരു വലിയ ആത്മധൈര്യം കിട്ടിയെന്നുമാണ് പറയുന്നത്. അതിന് മുമ്പ് തന്നെ ആ സമയത്ത് തന്നെ ഈ മകന് ഒരു ടെമ്പററി ജോബുണ്ടായിരുന്നു. എയർ ട്രാഫിക് കൺട്രോളറായിട്ട് ഒരു ജോലി ഉണ്ടായിരുന്നു. പിന്നീട് അച്ഛനെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടതിന് ശേഷം അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ഒരു ആത്മധൈര്യം കിട്ടിയെന്നാണ് ഈ മകനെ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് മഹാരാഷ്ട്രയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എല്ലാ കാര്യങ്ങളിലും ഈശോയുടെ അമ്മയുടെ ഒരു ഇടപെടൽ കാണുവാൻ സാധിക്കുന്നത്. പിന്നെയുള്ള ഇൻ്റർവ്യൂവിനെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളായ വെഞ്ചരിച്ച ഉപ്പും അച്ഛന് കൊടുത്ത വെഞ്ചരിച്ച കാശുരൂപവും ഉടമ്പടി കാശുരൂപവും ഒക്കെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഈ മകൻ ഓരോ കാര്യങ്ങളിലേക്കും മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് പോവുകയും ആദ്യം ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോഴത് ഫെയിലാവുകയാണ്. അല്പം സങ്കടം തോന്നി. പക്ഷേ പിന്നീടാണ് ഈ മകന് മനസ്സിലായത് ആ ഇൻ്റർവ്യൂ പാസ്സാകുമായിരുന്നെങ്കിൽ അവിടെ 30 ലക്ഷം കൊടുക്കേണ്ടി വരുമായിരുന്നു. അവിടെയും അമ്മയുടെ ഒരു ഇടപെടലായിട്ടാണ് ഈ മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അതെൻ്റെ നല്ലതിനായിരുന്നു ആദ്യത്തെ ഇൻ്റർവ്യൂ ഫെയിലായത്. പിന്നീട് രണ്ടാമത്തെ ഇൻ്റർവ്യൂ പാസ്സാവുകയും ഒരു പൈസ പോലെ എക്സ്പെൻസ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ ജോലി ശരിയാവുകയുമാണ്. അതായത് ഒരു ഫ്രഷ് പൈലറ്റിന്
ഏകദേശം 6 to 8 months വേണം ഒരു പെർമനൻറ്റ് ജോലി കിട്ടുവാനായിട്ട്. പക്ഷേ ഈ മകനെ സംബന്ധിച്ചോളം വിതിൻ 3 months സമയ ചുരുക്കത്തിൻ്റെ അമ്മ കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ ഒരു പൈലറ്റായിട്ട് ജോലി കിട്ടാനായിട്ട് സാധിച്ചു എന്നാണ് മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അതും ഇന്ന് 7ാം പുതുക്കലിൻ്റെ ദിവസമാണ്. ഇന്നാണ് ജൂലൈ 27-നാണ് ഈ മകന് ഒഫീഷ്യലായിട്ട് പൈലറ്റായിട്ട് പുതിയൊരു കമ്പനിയിൽ ഒരു ഫേമസ് എയർലൈനിൽ പൈലറ്റായിട്ട് ജോലി ലഭിച്ച് ഇന്ന് ജോയിൻ ചെയ്യുന്ന ദിവസമാണ്. ഇന്ന് പുതുക്കേണ്ട ദിവസമാണ്. 7ാമത്തെ പുതുക്കലാണ്. അതിന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് അമ്മയുടെ സന്നിധിയിൽ ഈ പൈലറ്റായ മകൻ ആൻ്റണി ജെയിംസ് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. അമ്മൻ പറയുന്നത് ഇതിങ്ങനെയാണ്: ഇതെൻ്റെ മെറിറ്റ് കൊണ്ടല്ല, നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൃപയാലാണ് എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ചത്. കാരണം ഒരു ഫ്രഷറായ എനിക്ക് ഈ ജോലി നൽകണമെങ്കിൽ എൻ്റെ ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കൃപ കൊണ്ടാണ്. എനിക്ക് ഒരു മെറിറ്റുമില്ല, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാലാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി എന്നുള്ളൊരു അടയാളമായിട്ടാണ് ഈ മാം പറയുന്നത്. 7ാമത്തെ പുതുക്കലാണ്. ജൂലൈ 27-ാം തീയതിയിലും 7 എന്ന ഡേറ്റും ഉണ്ട്. ഇന്ന് ഞാൻ ഒഫീഷ്യലായിട്ട് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഡേറ്റാണ്. ഇതെല്ലാം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ സ്പെഷ്യലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ മാം പറയുന്നത്, കിട്ടുന്ന സാലറിയിൽ 10% ഞാൻ മറ്റു കാരുണ്യ പ്രവൃത്തികൾക്കായിട്ടും പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ടും ചെലവഴിക്കുമെന്നാണ്. ഉടമ്പടി നിബന്ധനകളനുസരിച്ച് കുർബാനയും കുമ്പസാരവും പ്രാർത്ഥനാ ജീവിതവും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ പാലിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്ന് പരിശുദ്ധമ്മയുടെ സാക്ഷിയായിട്ട് അമ്മയുടെ മുന്നിൽ വന്ന് നന്ദി പറയുന്നത്. ഉടമ്പടിയിൽ സമർപ്പിക്കുന്ന നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം പരിശുദ്ധ അമ്മ അറിയുന്നുണ്ട്. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും, നിൻ്റെ പാതകൾ പ്രകാശിതമാകുമെന്നാണ് ജോബിൻ്റെ പുസ്തകത്തിൽ 22-28 പറയുന്നത്. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന, ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ കൂടെയുള്ളത്. ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാണ്. ആ ഉറപ്പായ സാന്നിധ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്കും കൂടുതൽ തീക്ഷ്ണതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് 1 കൊറിന്ത്യൻസ് 15:57 പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന് നമുക്ക് നന്ദി പറയാമെന്നാണ്. എല്ലാ കാര്യത്തിലും ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആൻ്റണി ജെയിംസിന് കുടുംബത്തിൽ ലഭിച്ച, പ്രത്യേകിച്ചും ഇന്ന് ഒരു പൈലറ്റായി ജോയിൻ ചെയ്യുന്ന ഈ മകന് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ, കൃപകൾ നൽകിയ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.